ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള വർക്കുകൾ നിങ്ങളും പഠിച്ചു വെക്കുക. എന്നിട്ട് ഇങ്ങനെ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് പാസ്റ്റ് സെൻറ്റൻസുകളാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മളൊരു വസ്തു കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വസ്തു കഴുകി എന്ന് പറയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മാങ്ങ കഴുകി എന്ന് പറയണം. അപ്പം ഞാൻ കഴുകി എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴുകുക എന്നുള്ള വെർബ് എന്ന് പറയുന്നത് വാഷ് ആണ്. അപ്പോൾ ഈ വാഷിന്റെ പാസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്, അതായത് V2 ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ കഴുകി, ഐ വാഷ്ഡ് ആണ്. വാഷിന്റെ V2 എന്ന് പറയുന്നത് വാഷ്ഡ് ആണ്. നമ്മൾ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, വെർബ് മാത്രം കേട്ടോ. അപ്പം ഐ വാഷ്ഡ്, ഞാൻ കഴുകി. ഇനി ഞാൻ ഒരു മാങ്ങ കഴുകി എന്ന് പറയണം. ഞാൻ ഒരു മാങ്ങ കഴുകി, ഐ വാഷ്ഡ് എ മാംഗോ. ഐ വാഷ്ഡ് എ മാംഗോ, ഞാനൊരു മാങ്ങ കഴുകി. ഇനി ഞാൻ കണ്ടു. കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ് അല്ലേ, ഒരു വസ്തു കാണുക. ഞാൻ കണ്ടു. അപ്പോൾ ഐ സോ ആണ്. സിയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് സോ ആണ്. ഐ സോ, ഞാൻ കണ്ടു. ഞാൻ അവളെ കണ്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഐ സോ ഹർ, ഐ സോ ഹർ, ഞാൻ അവളെ കണ്ടു. അവൾ ചിന്തിച്ചു. ചിന്തിക്കുക തിങ്ക് ആണല്ലോ. അപ്പൊ അതിന് ചിന്തിച്ചു എന്ന് പറയുമ്പം അതിന്റെ പാസ്റ്റ് നമുക്ക് കിട്ടണം. ചിന്തിക്കുക തിങ്ക് ആണെങ്കിൽ അതിന് ചിന്തിച്ചു എന്ന് പറയുന്ന V2 തോട്ട് ആണ്. അവളാണ് സബ്ജക്റ്റ്, ഷീ തോട്ട്. അവൾ ചിന്തിച്ചു, അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഷീ തോട്ട് അബൌട്ട് ഇറ്റ്, ഷീ തോട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു, കഴിക്കുക ഈറ്റ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ V2 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഞാൻ കഴിച്ചു, ഐ ഏറ്റ്. ഞാൻ ഭക്ഷണം കഴിച്ചു, ഐ ഏറ്റ് ഫുഡ്. ഓക്കെ, ഇനി ഞാൻ വിളിച്ചു. ഈ സബ്ജക്റ്റ് നമുക്ക് മാറ്റിയൊക്കെ പറയാട്ടോ. എന്താണ് ഈ സബ്ജക്റ്റ്? നമ്മൾ പറയുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ടാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഇപ്പൊ പറയുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ കോൾഡ്, ഞാൻ വിളിച്ചു. പാസ്റ്റ് ആണല്ലോ, കോളിന്റെ പാസ്റ്റ് ആണ് കോൾഡ് എന്ന് പറയുന്നത്. ഐ കോൾഡ്, ഞാൻ വിളിച്ചു. ഞാൻ അവനെ വിളിച്ചു. ഞാൻ അവനെ വിളിച്ചു. ഐ കോൾഡ് ഹിം. ഐ കോൾഡ് ഹിം, ഞാൻ അവനെ വിളിച്ചു. ഓക്കെ, തുറന്നു എന്ന് പറയുമ്പോൾ ഓപ്പൺസ് എന്നാണ് അല്ലെ. തുറക്കുക ഓപ്പൺ ആണല്ലോ. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺസ് എന്നാണ്. അപ്പം ഞാൻ തുറന്നു, ഷെൽഫ് തുറന്നു, വാതിൽ തുറന്നു, ജനൽ തുറന്നു, വീട് തുറന്നു, പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. ഐ ഓപ്പൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുറന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ വാതിൽ തുറന്നു. ഞാൻ വാതിൽ തുറന്നു, ഐ ഓപ്പൺഡ് ദ ഡോർ. ഞാൻ വാതിൽ തുറന്നു. ഞാൻ ഷോപ്പ് തുറന്നു, ഐ ഓപ്പൺ ദ ഷോപ്പ്. അങ്ങനെ പലതും നമുക്ക് പറയാട്ടോ. ഇനി പോവുക എന്നുള്ളത് എന്താണ്? ഗോ എന്നാണ് അല്ലെ. അപ്പൊ അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഗോൺ അല്ലെങ്കിൽ ഗോഡ് എന്നൊന്നല്ല, വെന്റ് എന്നാണ് കേട്ടോ. അപ്പൊ ഐ വെന്റ്, ഞാൻ പോയി. ഐ വെന്റ് കുറേ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതില്ല. ഒന്നാമത് വെർബ് എന്താണെന്ന് അറിയണം. അതിന്റെ എല്ലാ ഫോമും നമ്മൾ പഠിച്ചിരിക്കണം. അതിനായിട്ട് നമ്മുടെ പുതിയ ചാനലുണ്ട്, എപ്പോഴും പറയുന്നതാണ്. അതിലെല്ലാ ഫോമും പഠിക്കുന്നുണ്ട്. മസ്റ്റായിട്ടും അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏതാണ് പുതിയ ചാനൽ. ഞാൻ ഒരുപാട് വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കാറുണ്ട്. ഈ വീഡിയോക്ക് താഴെയും കമന്റിൽ പിൻ ചെയ്ത് വെക്കാട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലെ വീഡിയോസുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, വെർബ് അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള പ്രോനൗണുകളാണ്. അതായത് ഇപ്പം നമ്മുടെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നു. അയ്യോ, ഇതേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് എന്നോട് പേഴ്സണലായിട്ട് ഇതേ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അറിയുന്നവർക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ, പേഴ്സണൽ മീൻസ് ഇപ്പം ഇൻസ്റ്റയിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ചോദിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ അതേക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്ത് തരാം. നിങ്ങളത് കണ്ടാൽ മതി കേട്ടോ, ബേസ് മാത്രം. ഓക്കെ, ഞാൻ പോയി, ഐ വെന്റ്. ഞാൻ വീട്ടിൽ പോയി, ഐ വെന്റ് ഹോം. ഐ വെന്റ് ഹോം, ഞാൻ വീട്ടിൽ പോയി. ഓക്കെ, ഞാൻ വായിച്ചു. ഈ വായിക്കുക എന്നുള്ള വെർബ് എന്താണ്? റീഡ് എന്നാണ്. അപ്പൊ റീഡിന്റെ 3 ഫോം എന്ന് പറയുന്നത് റീഡ് ആണ്. പക്ഷെ പ്രൊണൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും കേട്ടോ.
റീഡ്, റെഡ്, റെഡ് എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് നമ്മുടെ റൈറ്റിൽ എല്ലാം ഒരുപോലെയാണ്. ഞാൻ വായിച്ചു, ഐ റെഡ് അല്ലെ, ഐ റെഡ് ഞാൻ വായിച്ചു. ഇനി ഞാൻ പുസ്തകം വായിച്ചു എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഐ റെഡ് എ ബുക്ക് അല്ലേ. എങ്ങനെ പറയാം? ഐ റെഡ് ദ ന്യൂസ് പേപ്പർ ഇങ്ങനെ പറയാനായിട്ട് പറ്റും. ഞാൻ പുസ്തകം വായിച്ചു, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു എന്നൊക്കെ. ഞാൻ എഴുതി, ഞാൻ എഴുതി, ഐ റോട്ട്. ഇവിടെയൊക്കെ ഞാൻ എന്നുള്ള സബ്ജക്റ്റ് ആട്ടോ. ഇനി ഇത് വേറെന്തെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പാസ്റ്റിൽ നമുക്കൊന്നും മാറ്റേണ്ടതായിട്ടില്ല. ഫോർ എക്സാമ്പിൾ, അവൾ എഴുതി എന്ന് പറയുകയാണെങ്കിൽ ഷീ റോട്ട് എന്നാണ്. റൈറ്റിന്റെ B2 ആണ് റോട്ട് എന്ന് പറയുന്നത്. ഷീ റോട്ട്, അവൾ എഴുതി. അവൾ ഒരു കത്തെഴുതി. ഷീ റോട്ട് എ ലെറ്റർ. ഷീ റോട്ട് എ ലെറ്റർ. അവൾ ഒരു കത്തെഴുതി. ഓക്കെ. ഞാൻ കുടിച്ചു, ഞാൻ കുടിച്ചു, ഐ ഡ്രാങ്ക്. ഡ്രിങ്കിന്റെ പാസ്റ്റ് ഡ്രാങ്ക് ആണ്. ഐ ഡ്രാങ്ക്, ഞാൻ കുടിച്ചു. ഞാൻ വെള്ളം കുടിച്ചു, ഐ ഡ്രാങ്ക് വാട്ടർ. ഐ ഡ്രാങ്ക് വാട്ടർ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഐ ഡ്രാങ്ക് സം വാട്ടർ. ഇങ്ങനെയൊക്കെ പറയാട്ടോ. ഞാൻ ജോലി ചെയ്തു, ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്തു, ഐ വർക്ക്ഡ് അല്ലെ. വർക്കിന്റെ പാസ്റ്റ് വർക്ക്ഡ് എന്ന് തന്നെയാണ്. അവൻ പാത്രം കഴുകി, അവളല്ല, അവൻ പാത്രം കഴുകുക വാഷ് ആണല്ലോ. വാഷിന്റെ B2 വാഷ്ഡ് ആണ്. അപ്പം ഹേ വാഷ്ഡ് ദ ഡിഷസ്. ഹേ വാഷ്ഡ് ദ ഡിഷസ്. അവൻ പാത്രം കഴുകി. ഓക്കെ. ഞാൻ ബസ്സിൽ കയറി. കയറുക ഗോട്ട് ഓൺ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ബസ്സിൽ കയറി എന്ന് പറയുകയാണെങ്കിൽ ഐ ഗോട്ട് ഓൺ ദ ബസ്. ഐ ഗോട്ട് ഓൺ ദ ബസ്. ഓക്കെ. ഞാൻ സംസാരിച്ചു, ഐ ടോക്ക്ഡ്. അവൾ സംസാരിച്ചു, ഷീ ടോക്ക്ഡ്. അവൻ സംസാരിച്ചു, ഹേ ടോക്ക്ഡ്. എന്തിനും നമ്മൾ ടോക്ക്ഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ സംസാരിച്ചു, ഐ ടോക്ക്ഡ്. ഞാൻ അവനോട് സംസാരിച്ചു, ഐ ടോക്ക്ഡ് ടു ഹിം. അവിടെ ടു ഹിം എന്ന് തന്നെ വേണം കേട്ടോ. ഐ ടോക്ക്ഡ് ടു ഹിം. ഓക്കെ. ഇനി ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അവിടെ ഐ ഗോ ടു സ്കൂൾ എന്ന് പറയാൻ പാടില്ല. ഐ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കും. ഇതിന്റെ അവസാനം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളാണ് ചെയ്യേണ്ടത്. 3 എണ്ണം തരും. അപ്പൊ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ, ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഐ ആം ഈറ്റിംഗ് ഫുഡ് നൗ. ഐ ആം ഈറ്റിംഗ് ഫുഡ് നൗ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ നാളെ നിന്നെ വിളിക്കും. നാളത്തെ കാര്യമാണ്. ഞാൻ നാളെ നിന്നെ വിളിക്കും അല്ലെങ്കിൽ വിളിക്കാം. ഐ വിൽ കോൾ യു ടുമോറോ. ഐ വിൽ കോൾ യു ടുമോറോ. ഞാൻ നാളെ നിന്നെ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കും. അതിന്റെ ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞല്ലോ. തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസ് അറിഞ്ഞാൽ ഏകദേശമൊക്കെ നിങ്ങൾക്കൊരു ഐഡിയാസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വെർബുകളുടെ കാര്യമാണെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ പോയി കാണുക. ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. ഒരു വാട്സപ്പ് ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ചാനലിൽ അതേക്കുറിച്ച് ബേസ് മാത്രമായിട്ട് പഠിക്കാനും നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും പുതിയ ചാനലിൽ ചെയ്യും. കാണുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ടൈം വേസ്റ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അവൾ ഇന്നലെ സിനിമ കണ്ടു. അവളാണ് സബ്ജക്റ്റ്. അവൾ ഇന്നലെ സിനിമ കണ്ടു. അപ്പൊ അവളാണെങ്കിലും നമ്മൾ പാസ്റ്റ് ആയതുകൊണ്ട് ഷീ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ അല്ലേ. ഇവിടെ വാച്ച് അല്ല, വാച്ച്ഡ് എന്നാണ് വേണ്ടത്. കണ്ടു എന്നാണ്. ഇവിടെ സോ അല്ല, കാരണം സിനിമ കണ്ടു എന്നായത് കൊണ്ട് തന്നെ ഷീ വാച്ച്ഡ്. അതിന്റെ വ്യത്യാസമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഷീ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. അവൻ ഇപ്പോൾ ഉറങ്ങുകയാണ് അല്ലെ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹേ ഈസ് സ്ലീപ്പിംഗ് നൗ. ഹേ ഈസ് സ്ലീപ്പിംഗ് നൗ. ഓക്കെ. ഞങ്ങൾ നാളെ യാത്ര പോകും അല്ലെങ്കിൽ ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പോകും എന്നൊക്കെ പറയാറുണ്ടല്ലോ. വി വിൽ ഗോ എ ട്രിപ്പ് ടുമോറോ. വി വിൽ ഗോ എ ട്രിപ്പ് ടുമോറോ. ഞങ്ങൾ നാളെ ഒരു ട്രിപ്പ് പോകും. ഞാൻ ഇന്നലെ അവനെ കണ്ടില്ല. ഇന്നലത്തെ കാര്യമാണല്ലോ. ഐ ഡിഡിൻ സീ ഹിം യെസ്റ്റർഡേ. ഐ ഡിഡിൻ സീ ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് 2-3 സെന്റൻസ് പറയാം. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പറയണം കേട്ടോ. ഞാനിവിടെ ചിലപ്പം കറക്റ്റ് ആയിരിക്കില്ല പറയുന്നത്, നിങ്ങളാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് മുഴുവനും കണ്ടവർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ. അവൾ നാളെ വരുമോ. അവൾ നാളെ വരുമോ എന്നാണ്. ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. ഡേഷ് ഷീ
ഡാഷ് ടുമോറോ. 2 വേർഡ് നിങ്ങളിവിടെ കണ്ടിരിക്കണം. അതായത് ഇത് ക്വസ്റ്റ്യൻ ആണ്. അവൾ നാളെ വരുമോ എന്നാണ്, നാളത്തെ കാര്യമാണ്. ഡാഷ് ഷി അല്ലേ? ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഓക്സിലറി ആണ് ഫസ്റ്റിൽ വേണ്ടത്, അതിനുശേഷമാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ഓക്സിലറി കണ്ടെത്തണം. ഡാഷ് ഷി ഡാഷ് ടുമോറോ, അവൾ നാളെ വരുമോ? ഓക്കെ. ഞാൻ ദിവസവും ചായ കുടിക്കും, അല്ലെങ്കിൽ ഞാൻ ദിവസവും ചായ കുടിക്കാറുണ്ട് നമ്മളൊരു ശീലമാണ്. ഞാനാണ് സബ്ജക്റ്റ്. ഐ ഡാഷ് ടീ എവറിഡേ. ഞാൻ ദിവസവും ചായ കുടിക്കും അല്ലെങ്കിൽ കുടിക്കാറുണ്ട്. ഞാൻ സബ്ജക്റ്റ് ആയി വരുമ്പം കുടിക്കുക എന്നുള്ള വെർബ് നമുക്ക് കിട്ടണം. അതിന്റെ ഏത് ഫോമാണ് സബ്ജക്റ്റിനനുസരിച്ച് വരേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി. അവൾ രാത്രി പാല് കുടിക്കാറുണ്ടോ? അവൾ രാത്രി പാല് കുടിക്കാറുണ്ടോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യന്. അതിലിവിടെ ക്വസ്റ്റ്യൻ ആയത് കൊണ്ട് തന്നെ നമ്മൾ ഓക്സിലറി ഫസ്റ്റിൽ വേണമല്ലോ. ഇതായിരിക്കും ഒരു ശീലം പറയുന്ന സമയത്ത് ഏത് ഓക്സിലറിയാണ് വേണ്ടത്? ഡാഷ് ഷീ ഡാഷ് മിൽക്ക് അറ്റ് നൈറ്റ് അല്ലേ? അവൾ രാത്രി പാല് കുടിക്കാറുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഓക്സിലറി കണ്ടെത്തണം. അത് മാത്രമല്ല നമ്മൾ വെർബ് ഏത് ഫോമിലാണെന്നും കൂടി കണ്ടെത്തണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളും അതോടനുബന്ധിച്ചുള്ള കുറച്ച് വർക്കുകൾ അല്ലെ, 3 വർക്കുകളും തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കണ്ട് അതും കൂടി പഠിക്കുക. ഓക്കെ, താങ്ക് യു.